അപ്പോൾ നമ്മൾ സാധാരണ ബയോളജിയിൽ ന്യൂറോൺസിനെ കുറിച്ച് അല്ലെ, നെർവ് സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സ്റ്റിമുലേഷൻസും നമ്മുടെ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്കോ എത്തിക്കുന്നതും അവിടുന്ന് തിരിച്ചുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ വിവിധ മസിലുകളിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഗ്ലാൻഡുകളിലേക്കും ഒക്കെ എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ നെർവ് സെൽസ് ആണ് അല്ലെ. നെർവ്സ് വഴിയാണ് ഈ മെസ്സേജ് ഒക്കെ പോകുന്നത്, നെർവ് സെൽസ് വഴിയാണ് ഇതൊക്കെ ഈ മെസ്സേജ് ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്കിത് മനസ്സിലാവാറില്ല അല്ലെ. ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റിൽ പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു മറുപടിയും കിട്ടും. എന്താണ് അത്? ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ ന്യൂറോൺസിന്റെ പുറത്തെ ഭാഗത്ത് എന്താണ്? പോസിറ്റീവ് ആണ്, ഉള്ളിലെ ഭാഗത്ത് നെഗറ്റീവ് ആണ്. അപ്പൊ ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആകും, നെഗറ്റീവ് പോസിറ്റീവ് ആകും, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് നേരിട്ട് കണ്ടു നോക്കാം അല്ലെ. നമുക്ക് കണ്ടാൽ പിന്നെ അത് മറക്കൂല. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു നെർവ് ആണ്, ഇതൊരു ന്യൂറോൺ ആണ്, അല്ലെങ്കിൽ ഇതൊരു നെർവ് മെംബ്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ പഠിച്ച കാര്യം എന്താണ്? ഒരു നെർവ് ഇമ്പൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറയും എന്ത്? ഒരു നെർവിന്റെ ഔട്ടർ മെംബ്രെയിന്റെ പുറം ഭാഗത്ത്, പുറത്ത് പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. പുറത്ത് പോസിറ്റീവ്, ഔട്ടർ ഭാഗത്ത് നമ്മൾ പോസിറ്റീവ് ആണ്, ഇന്നർ സൈഡിൽ നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എപ്പോഴുള്ള സംഭവമാണ്? ഒരു സാധാരണ ഒരു മെസ്സേജും പോവാത്ത അല്ലെങ്കിൽ ഒരു ഇമ്പൾസും വരാത്ത ഒരു സമയത്ത്, ഒരു സ്റ്റിമുലേഷൻ സംഭവിക്കാത്ത സമയത്ത് ഒരു ന്യൂറോണിന്റെ മെംബ്രെയിന്റെ പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസ്റ്റിംഗ് മെംബ്രെയിന്റെ അവസ്ഥയാണ് ഇത്. റെസ്റ്റിംഗ് മെംബ്രെയിൻ എന്തായിരിക്കും? പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഇതാണ് സാധാരണ രീതിയിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇതാണ് മെംബ്രെയിൻ. ഓക്കെ, ഇതാണ് മെംബ്രെയിൻ, ഇതാണ് ന്യൂറോണിന്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ പുറം ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? പോസിറ്റീവ് ചാർജ് കാണാൻ സാധിക്കുന്നുണ്ട്. അകം ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? അകത്ത് നമുക്ക് നെഗറ്റീവും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ. അപ്പോ എങ്ങനെയാണ് ഈ പോസിറ്റീവും നെഗറ്റീവും മാറുക? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെയാണ് നമ്മൾ പഠിച്ചത് എന്ത്? ചില അയോൺസിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ്. അതായത് ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ എന്തുണ്ടാവും? പുറത്തുള്ള കുറച്ച് അയോൺസ് ഉള്ളിലോട്ടും ഉള്ളിലുള്ള കുറച്ച് അയോൺസ് പുറത്തോട്ടും പോകും. ആ പോകുന്നത് കൊണ്ടാണ്, ആ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് അത് മാറുന്നതും അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ മെംബ്രെയിൻ ഈ മഞ്ഞ കളർ ഉള്ളതാണ് മെംബ്രെയിൻ. അപ്പൊ ആ മെംബ്രെയിനിൽ വേറെ കുറെ സാധനങ്ങൾ കാണുന്നില്ലേ? എന്താണത് സംഭവം? നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലെ. ഈ പറഞ്ഞ ഇതെന്താണ്? ഇത് സോഡിയം ഗേറ്റഡ് ചാനലാണ്. അതായത് സോഡിയത്തിനെ അകത്തേക്ക് കയറ്റി വിടാനുള്ള ചാനലാണ്. അതേപോലെ തന്നെ ഇതെന്താണ്? പൊട്ടാസ്യം ഗേറ്റ് ചാനലാണ്. ഇത് സോഡിയം ലീക്ക് ചാനലാണ്. ഇത് പൊട്ടാസ്യം ലീക്ക്. അപ്പൊ ഗേറ്റഡ് ചാനലുകളും ലീക്ക് ചാനലുകളും എല്ലാം നമ്മുടെ സെൽ മെംബ്രെയിനിലുണ്ട്. അപ്പൊ സെൽ മെംബ്രെയിനിൽ എന്തുണ്ട്? ചില അയോൺസ്, സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനും ഒക്കെ അകത്തോട്ടും പുറത്തേക്കൊക്കെ കളയാനുള്ള ചില ചാനലുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചാനലുകൾ വഴി ഒരു ഗേറ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ചാൽ മതി. ഈ ഗേറ്റിനകത്തൂടെയാണ് സോഡിയം അതേപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ അകത്തേക്കും പുറത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ അതിന്റെയൊക്കെ ആ ഒരു കോൺസെൻട്രേഷൻ മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പിന്നെ കമ്പാരിറ്റീവ്ലി പുറത്ത് പോസിറ്റീവ് അകത്ത് നെഗറ്റീവ് എന്നൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിനിൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത് പോസിറ്റീവ് ആണ് പുറത്ത്, അതായത് മെംബ്രെയിന്റെ പുറത്ത് പോസിറ്റീവ് അകത്ത് നെഗറ്റീവ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു സ്റ്റിമുലേഷൻ, ഈ ന്യൂറോണിനെ നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ, നിങ്ങൾക്കൊരു അടി തരാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു തീ കത്തിക്കാൻ പോവാണ്. അങ്ങനെ ഏത് സ്റ്റിമുലേഷനും സംഭവിക്കാം അല്ലെ. നമ്മുടെ കൈ വലിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന എന്ത് കാര്യത്തിന് നമ്മൾ സ്റ്റിമുലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ നിങ്ങൾ അടിക്കാൻ പോവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അടിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ. ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ സ്റ്റിമുലേഷൻ വരുന്നു. അപ്പോൾ സ്റ്റിമുലേഷൻ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കണ്ടില്ല. അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറെ അയോൺസ് ഉള്ളിലോട്ട് വരുന്നു, ചിലത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ മൊമെന്ററിലി എന്ത് ചെയ്യും? ആ ഒരു കുറച്ച് സമയത്തേക്ക്, അത് ഫുള്ളായി അങ്ങനെ തന്നെ മാറി നിൽക്കുകയല്ല, മറിച്ച് കുറച്ച് സമയത്തേക്ക് എന്താവും? നമ്മൾ നേരത്തെ പറഞ്ഞ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും എന്നുള്ളത് മൊമെന്ററി ഒരു ചെറിയൊരു ചേഞ്ച് അവിടെ സംഭവിക്കും. എന്താ സംഭവിക്കുക? ഉള്ളിൽ പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആവും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥ അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുവോ? ഇല്ല.
പെട്ടെന്ന് തന്നെ അത് റിവേഴ്സ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത ന്യൂറോണിന്റെ അടുത്ത ഭാഗത്തേക്ക് ആ ഒരു ചേഞ്ച് മാറും. എന്നിട്ട് പിന്നെന്ത് ചെയ്യും, അവിടുന്ന് അടുത്ത ഭാഗത്തേക്ക്, അവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് എന്നിങ്ങനെ അത് ചേഞ്ച് ആവുകയും അങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഒരു ന്യൂറോണിലൂടെ അല്ലെങ്കിൽ നെർവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പോണേ, ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കണം, ഇവിടെ പുറത്ത് പോസിറ്റീവാണ്. ഇത് വരുമ്പോൾ, ഇത് വന്നതോടുകൂടി എന്തായി, അകത്ത് പോസിറ്റീവായി പുറത്ത് നെഗറ്റീവായി, കുറച്ച് ചെറിയ സമയത്തേക്ക്, എന്നിട്ട് തിരിച്ച് അതേപോലെയായി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചു അല്ലെ. പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവ് ആയിരുന്നു. ഒന്ന് സ്റ്റിമുലേഷൻ നമ്മൾ കൊടുത്തപ്പോൾ ആ സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആയി. എങ്ങനെ, കുറച്ച് അയോൺസ്, സോഡിയം ഉള്ളോട്ടും അതേപോലെ തന്നെ അതിനുശേഷം പൊട്ടാസ്യം പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു അയോൺസിന്റെ വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യും, ഈ പോസിറ്റീവും നെഗറ്റീവും ഒന്നും അങ്ങോട്ട് മാറി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം ആ ഒരു മൊമെന്ററി ചേഞ്ചിന് ശേഷം വീണ്ടും അത് റിവേഴ്സ് ആവുന്നു. അത് റിവേഴ്സ് ആകുന്ന അടുത്ത ന്യൂറോണിന്റെ അടുത്ത ഭാഗത്തേക്ക് ആ ഒരു കാര്യം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഒന്നുകൂടി നമുക്ക് കാണാം, നമുക്ക് ആ അയോൺസ് ഒക്കെ ഉള്ളിലോട്ട് വരുന്നത്, സോഡിയൊക്കെ ഉള്ളിലോട്ട് വരുന്നതും ആ ഒരു മൊമെന്ററി ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ കാണില്ലേ. സോഡിയം അകത്തോട്ട് വരുന്നു, ഇവിടെ പോസിറ്റീവ് ആകുന്നു, ഇവിടെ തിരിച്ച് വീണ്ടും പുറത്ത് പോസിറ്റീവ് തന്നെ ആകുന്നു. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചേഞ്ച്, ഈ ഒരു വളരെ മൊമെന്ററി ചേഞ്ച് ചെയ്യും അടുത്ത ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മെസ്സേജസും, നമ്മളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഈ രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് ബൈഹാർട്ട് പഠിച്ച് പിന്നെ പുറത്ത് പോസിറ്റീവ് ആയിരിക്കും അകത്ത് നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ പിന്നെ ബൈഹാർട്ട് പഠിച്ച് എന്താണ് സംഭവം എന്ന് പോലും അറിയാതെ പഠിക്കുന്നതിനപ്പുറത്ത് ഇങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് ഓർമ്മയിൽ തന്നെ നിൽക്കാൻ സഹായിക്കും. ആ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. XandY Learning, better foundation, brighter future.